10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ കേരളത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടായത്? സാധാരണ ജനങ്ങൾ CPM ഭരണം മടുത്തുവെന്ന് വിളിച്ചു പറയുമ്പോൾ പിണറായി സർക്കാർ ഇവിടെ പെൻഷന് പണം നൽകാൻ കോടികൾ കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ സംസ്ഥാനം സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുപോകുന്നു. സാമ്പത്തിക വർഷത്തിന്റെ അവസാന നാളുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ. ഈ മാസം 2 തവണയായി കടപ്പത്രങ്ങൾ വഴി വലിയ തുക സമാഹരിക്കുന്നുണ്ട്. എങ്കിലും ദൈനംദിന ചെലവുകൾക്കും ബില്ലുകൾ മാറി നൽകുന്നതിനും ഫണ്ട് കണ്ടെത്താൻ സർക്കാരിന് സാധിക്കുന്നില്ല. ഇതേ തുടർന്നാണ് ട്രഷറികളിൽ ബില്ലുകൾ പാസാക്കുന്നതിന് കർശനമായ പരിധി നിശ്ചയിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ 25 ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ മാത്രം പാസാക്കിയാൽ മതിയെന്നാണ് ട്രഷറി ഓഫീസർമാർക്ക് ലഭിച്ചിരിക്കുന്ന വാക്കാലുള്ള നിർദ്ദേശം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ ബില്ലുകളും ചെക്കുകളും പാസാക്കുന്നത് പൂർണ്ണമായും നിർത്തിവെക്കാനും തീരുമാനമായിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കിയത് കരാറുകാരെയും വിവിധ സർക്കാർ വകുപ്പുകളെയും പ്രതിസന്ധിയിലാക്കി. ഈ മാസം 24-ാം തീയതി വരെ ട്രഷറിയിൽ സമർപ്പിച്ച ബില്ലുകൾക്കും ചെക്കുകൾക്കും മാത്രമേ മുൻഗണന നൽകുകയുള്ളൂ. ശനിയാഴ്ച രാവിലെ 5 കോടി രൂപ വരെയുള്ള ബില്ലുകൾ പാസ്സാക്കാമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ നിർദ്ദേശം. എന്നാൽ ഖജനാവിലെ പണത്തിന്റെ കുറവ് ബോധ്യപ്പെട്ടതോടെ ഉച്ചയോടെ ഈ പരിധി 25 ലക്ഷമായി കുത്തനെ കുറച്ചു. ഓഫീസ് സമയം കഴിഞ്ഞാണ് ഈ അന്തിമ ഉത്തരവ് ഉണ്ടായത് എന്നത് ഉദ്യോഗസ്ഥരെ മാത്രമല്ല ജനങ്ങളെയും കുഴപ്പിച്ചു. സമയപരിധി നിശ്ചയിച്ചതിനാൽ പല ട്രഷറികളിലും ജീവനക്കാർ വൈകി വരെ ജോലി ചെയ്യേണ്ടി വന്നു. ഞായറാഴ്ചയും ഓഫീസിലെത്തി ബില്ലുകൾ ക്ലിയർ ചെയ്യണമെന്ന പ്രത്യേക നിർദ്ദേശവും ഉദ്യോഗസ്ഥർക്കുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വിഹിതത്തിലുണ്ടായ കുറവും കടമെടുപ്പ് പരിധിയിലെ നിയന്ത്രണങ്ങളുമാണ് സംസ്ഥാനത്തെ ഇത്ര വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതെന്നാണ് സർക്കാരിന്റെ വാദം. എന്നാൽ നികുതി പിരിവിലെ പാളിച്ചകളും ധൂർത്തുമാണ് ഇതിന് കാരണമെന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുകയാണ്. വിഷയത്തിൽ പ്രതിപക്ഷം സർക്കാരിന്റെ ധൂർത്തിനെതിരെ ആരോപണം ഉയർത്തുന്നുണ്ട്. ഈ മാസം 2 തവണയായി 3000 കോടിയിലധികം രൂപ കടമെടുത്തിട്ടും ശമ്പളവും പെൻഷനും മറ്റും ആനുകൂല്യങ്ങളും നൽകാൻ സർക്കാർ പാടുപെടുകയാണ്. 2016-ൽ 1.5 ലക്ഷം കോടിയായിരുന്നു പിണറായി സർക്കാരിന് ഉണ്ടായിരുന്ന കടം. 10 വർഷങ്ങൾക്കിപ്പുറം 2026-ൽ 6 ലക്ഷത്തിലേക്കാണ് കടമെടുപ്പ് കടന്നിരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ വികസന പദ്ധതികൾ എവിടെയെന്ന് ജനം ഈ ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വേണ്ട ആഡംബര സൗകര്യങ്ങൾക്കും കാറിനും മറ്റുമായി ലക്ഷക്കണക്കിന് രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവാക്കുന്നത്. കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾക്കും അഭിമുഖങ്ങൾക്കും ലക്ഷക്കണക്കിന് രൂപ വേറെ ചെലവാക്കുന്നുണ്ട്. സർക്കാരിന്റെ ഖജനാവ് കാലിയാക്കി കടമെടുപ്പ് തുടരുന്ന പിണറായി സർക്കാർ സംസ്ഥാനത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. വരും ദിവസങ്ങളിൽ ട്രഷറി നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കാനാണ് ധനകാര്യ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ കൂടുതൽ കടമെടുത്ത് പ്രതിസന്ധി പരിഹരിക്കാനാണ് സർക്കാർ ശ്രമം. അടിയന്തര ആവശ്യങ്ങൾക്കുള്ള പണം പോലും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സംസ്ഥാനം നീങ്ങുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ സാമ്പത്തിക നടപടികൾ സംസ്ഥാനത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതായിരിക്കും. കിഫ്ബിയിൽ നിന്നും പണം ഉപയോഗിച്ചാലും അത് സർക്കാരിന്റെ കടം തന്നെയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എല്ലാ വൈദികർക്കും ലഭ്യമാക്കാൻ കോടിക്കണക്കിന് രൂപ കടമെടുത്തേ മതിയാകൂ എന്നത് കേരളത്തിന്റെ നിലവിലെ ദുരവസ്ഥയായി മാറുകയാണ്.